എല്ലാവർക്കും നമസ്കാരം. റിസർച്ച് അസിസ്റ്റന്റ് കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് എക്സാം ഇന്നലെ രാവിലെ കഴിഞ്ഞു. എല്ലാവർക്കും ഒരു എക്കണോമിക്സുകാർ, കൊമേഴ്സുകാർ, മാത്സുകാർ, സ്റ്റാറ്റുകാർ എല്ലാം കൂടെ ഒന്നിച്ച് മത്സരിച്ച ഒരു പരീക്ഷയായിരുന്നു. PG ലെവൽ എക്സാം ആയിരുന്നു. വലിയ സിലബസ് ഒക്കെ ആയിരുന്നു. എക്സാം കഴിഞ്ഞു. താണ്ട ഈ ഒരു ക്യാപ്ഷൻ ശ്രദ്ധിക്കുക: ഞങ്ങളെ വിശ്വസിച്ചവർ ഉറപ്പായും ജോലി ലഭിക്കും. ഞങ്ങളെ വിശ്വസിച്ചവർക്ക് ഉറപ്പായിട്ടും ജോലി ലഭിക്കും. എന്താണ് അങ്ങനെ പറയാൻ കാരണം? ഞങ്ങളുടെ ക്ലാസ്സുകൾ തുടക്കം മുതൽ ഫോളോ ചെയ്ത് ടോപ്പിക് വൈസ് എക്സാമും മൊഡ്യൂൾ വൈസ് എക്സാമും മോഡൽ എക്സാമും എല്ലാം അറ്റൻഡ് ചെയ്തവർക്ക് ഉറപ്പായും ടോപ്പ് റാങ്ക് ലഭിക്കും. കാരണം കുറെ അധികം ചോദ്യങ്ങളാണ് മാസ്റ്റർ കെ അക്കാഡമി പഠിപ്പിച്ചതിൽ നിന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചത്. അത് ഏതൊക്കെയാണെന്ന് ഈ വീഡിയോയുടെ അവസാനം പറഞ്ഞു തരാം. ഓക്കെ, അത് കൃത്യമായിട്ട് ഏതൊക്കെ ചോദിച്ചു എന്ന് നമ്മുടെ സ്റ്റുഡൻസിനെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി PDF രൂപത്തിൽ, അത് മാത്സിനെ സ്റ്റാറ്റിനെ ആയിട്ടില്ല, കൊമേഴ്സും ആയിട്ടില്ല, നമ്മൾ പെട്ടെന്ന് കിട്ടിയ എല്ലാം കൂടെ ഒരു PDF ആക്കിയിട്ട് നമ്മുടെ സ്റ്റുഡൻസിന് ഫോർവേഡ് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് അവൈലബിൾ ആക്കാം. ഈ വീഡിയോ കാണുന്ന നമ്മുടെ സ്റ്റുഡൻസിൽ, നമ്മൾ കാണുന്ന ഉദ്യോഗാർത്ഥികൾ എല്ലാവർക്കും ഇത് എന്ത് ചെയ്യാം, നമുക്ക് അവൈലബിൾ ആക്കാം. കാരണം ഒരു കോഴ്സിൽ ജോയിൻ ചെയ്ത് പ്രയോജനകരമാണോ അല്ലയോ എന്ന് നിങ്ങൾക്ക് സ്വയം തീരുമാനിക്കാം. പറയട്ടെ, ഒരു വലിയ സിലബസ്, ഷോർട്ട് ടൈം, എല്ലാവർക്കും കൂടെ എല്ലാ ഭാഗവും പഠിച്ചു തീർക്കാൻ പറ്റത്തില്ല, കുറേ പ്രശ്നങ്ങൾ. എന്നാൽ ഇത്രയും വലിയ ഒരു സിലബസിനെ ഷോർട്ട് ടൈമിൽ വെച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ മാക്സിമം എഫോർട്ട് എടുത്ത് മാക്സിമം ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്ത് നിങ്ങൾക്ക് തന്നു. അതിൻ്റെ വിജയമാണ് ഞങ്ങൾ പറയുന്നത്. ഞങ്ങളെ വിശ്വസിച്ചവർക്ക് ഉറപ്പായിട്ടും ജോലി ലഭിക്കും. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഞങ്ങൾ പഠിപ്പിച്ച പാഠഭാഗത്ത് നിന്ന് ചോദിച്ച ചോദ്യങ്ങൾ കുറച്ച് ഭാഗങ്ങൾ മാത്രം. കാരണം പൂർണ്ണമായിട്ട് നമുക്കത് കിട്ടിയിട്ടില്ല. കാരണം ഇപ്പോൾ ഞാനൊരു കുറച്ച് PDF ഞാൻ ഗ്രൂപ്പിൽ ഇട്ടപ്പോൾ തന്നെ കുറേ കുട്ടികൾ സാറേ വീണ്ടും ക്വസ്റ്റ്യൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ മാത്സിൽ എക്സ്പേർട്ടായ ഒരു കുട്ടി പറഞ്ഞു സാറേ മാത്സും സ്റ്റാറ്റ് വീണ്ടും ചോദ്യം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ വീഡിയോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസിന്റെ എണ്ണം പൂർണ്ണമല്ല, ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഇതിന് പ്രശ്നം പറ്റിയത് എല്ലായിടത്തും പറ്റി കാണും. ചില ആൾക്കാർ ചില ഭാഗങ്ങൾ മാത്രമേ നോക്കിയിട്ടുള്ളൂ. അങ്ങനെ വന്നപ്പം ആ ഭാഗം കയറി ടഫായ പിള്ളേരുണ്ട്. ഇപ്പോൾ കൊമേഴ്സിനൊക്കെ ഒരുപാട് സാറേ ഞാൻ കൊമേഴ്സാണ് കൂടുതൽ നോക്കിക്കൊണ്ട് പോയത്, സ്റ്റാറ്റാണ് കൂടുതൽ നോക്കിക്കൊണ്ട് പോയത്, ആ മേഖല അങ്ങ് ഭയങ്കര ടഫായി പോയി. പക്ഷേ വേറെ മാത്സ് കുറച്ച് സിമ്പിളായിരുന്നു, എക്കണോമിക്സ് ഒക്കെ കുറച്ച് കൺഫ്യൂസിങ് ആയാലും കുഴപ്പമില്ലായിരുന്നു, അഗ്രികൾച്ചർ സ്റ്റാറ്റ് സിമ്പിളായിരുന്നു, മാത്സ് സിമ്പിളായിരുന്നു, സ്റ്റാറ്റ് കുഴപ്പിച്ചു, കൊമേഴ്സ് കുഴപ്പിച്ചു എന്ന് പറഞ്ഞ ഉദ്യോഗാർത്ഥികളുണ്ട്. ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഞങ്ങളുടെ സ്റ്റുഡൻസിനും അധ്യാപകർക്കും പൂർണ്ണമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ പറയട്ടെ, ഇത് കൃത്യമായിട്ട് ഫോളോ ചെയ്ത് പഠിച്ചവർക്ക് കൃത്യമായ റിസൾട്ട് ഉണ്ടാകും എന്ന കാര്യം ഉറപ്പാണ്. നമുക്ക് ആ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ചോദ്യം ഇത് നമ്മളിട്ട പരീക്ഷയുടെ ചോദ്യം. ഏതാണ്ട് 16 വേറെ ക്വസ്റ്റ്യൻ ആഡാണെങ്കിലും 17 ഗോൾസ്. ഉത്തരം ശരിയാണ്. അപ്പം ഇതേ ചോദ്യമാണ് ഒന്ന്. ഇതേ കണക്ക് കുറേ അധികം ചോദ്യങ്ങൾ. ഓക്കെ, കുറേ അധികം ചോദ്യങ്ങളാണ് കൃത്യമായിട്ട് നമ്മൾ ഇതെന്ന് പറയുന്നത് നമ്മുടെ ക്വസ്റ്റ്യനിൽ വന്നത്. ഇത് നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിച്ചത്. ഉത്തരം കറക്റ്റായിട്ട് നോക്കണ്ട, കാര്യം ഞാൻ ജസ്റ്റ് പെട്ടെന്ന് നമ്മുടെ സ്റ്റുഡൻസ് കൊണ്ട് ചെയ്യിപ്പിച്ചാണ് കേട്ടോ. അപ്പം ഇത് കണ്ടോ, ഒരുപാട് ചോദ്യങ്ങൾ ഇതേ കണക്ക് തന്നെ എക്കണോമിക്സും സ്റ്റാറ്റും അതേ കണക്ക് തന്നെ അഗ്രികൾച്ചർ സ്റ്റാറ്റിസ്റ്റിക്സും എക്കണോമെട്രിക്സും. എക്കണോമെട്രിക്സ് പഠിപ്പിച്ച ടീച്ചറെ അന്നത്തെ തന്നെ വിളിച്ചു. ആ ടീച്ചർ നമ്മളെ പഠിപ്പിച്ച ആ ടീച്ചറാണ് കൂടുതൽ ഭാഗം പഠിപ്പിച്ചത്. കോളേജിൽ പഠിപ്പിക്കുന്ന ടീച്ചറാണ്. അപ്പോൾ ടീച്ചർ കുറേ ചോദ്യങ്ങൾ ചോദിച്ചു എന്ന് പറഞ്ഞു. അതേ കണക്കിന് എല്ലാ അധ്യാപകരെയും വിളിച്ചു, സ്റ്റുഡൻസിനെ വിളിച്ചു, സ്റ്റുഡൻസ് ഇങ്ങോട്ട് മെസ്സേജ് അയച്ചു. ഏറ്റവും വലിയ സന്തോഷം, ഞാൻ ഒരുപാട് ടെൻഷൻ അടിച്ച കോഴ്സാണിത്. കാര്യം പലരെയും സാറ്റിസ്ഫൈഡ് ആക്കാൻ ഭയങ്കര പാടാണ്, കുട്ടികളെ സാറ്റിസ്ഫൈഡ് ആക്കാൻ ഭയങ്കര പാടുള്ള കോഴ്സായിരുന്നു ഇത്. സാധാരണ ഗതിയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോഴ്സ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ അധ്യാപകരും ഹാപ്പിയാണ്, നടത്തുന്നവരും സ്റ്റുഡൻസ് എല്ലാം ഹാപ്പി. ഇത് സ്റ്റുഡൻസ് ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു പല കാര്യങ്ങൾക്കും. പക്ഷേ അവസാനം എനിക്ക് അയച്ച മെസ്സേജുകളെല്ലാം പാരഗ്രാഫാണ് മെസ്സേജ് അയച്ചത്. സാർ ഇങ്ങനെയായിരുന്നു, ആദ്യം ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞു, പക്ഷേ ഇപ്പോൾ എക്സാം കഴിയുമ്പോൾ മനസ്സിലായി, ഇങ്ങനെയുള്ള പാടൊക്കെ മനസ്സിലായി. ഒരുപാട് കുട്ടികൾ റിപ്ലൈ ചെയ്തിട്ടുണ്ട്, മെസ്സേജ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് സന്തോഷമുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വീഡിയോ പബ്ലിക്കായിട്ട് തന്നെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നോട്ട്സാണ്. ഈ നോട്ട്സുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ പരീക്ഷ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട ടോപ്പിക്ക് അതേ കണക്ക് തന്നെ ക്വസ്റ്റ്യൻസ്, ഇതിനെല്ലാം എന്ത് ചെയ്തു, ഒരുപാട് ക്വസ്റ്റ്യൻസ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ PDF, ഇപ്പോൾ എല്ലാം കൂടെ നമുക്കൊരു വീഡിയോ പറയാൻ പറ്റത്തില്ല. ഇതിൻ്റെ PDF ആവശ്യക്കാരുണ്ടെങ്കിൽ എങ്കിൽ നമ്മുടെ നമ്പർ താഴെയുണ്ട്, അതിൽ കോൺടാക്ട് ചെയ്താൽ PDF ആയിട്ട് തന്നെ അയച്ചു തരാം. ഓക്കെ, ഇത് കൂടാതെ മാത്സ്, സ്റ്റാറ്റ്, കൊമേഴ്സ് പോലുള്ള സബ്ജക്റ്റുകളിൽ ഇപ്പോഴും ഡൗട്ടുള്ള കുട്ടികളുണ്ട്. അവർക്ക് വേണ്ടി അതും ഞങ്ങൾ ലൈവായിട്ട് തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ നൽകുന്നതായിരിക്കും. മാത്സും സ്റ്റാറ്റും കൊമേഴ്സും എക്കണോമിക്സും എല്ലാം തന്നെ. കാരണം ഇനി കുറേ സിലബസ് പരീക്ഷ വരാൻ പോവുകയാണ്. സ്റ്റാറ്റിസ്റ്റിക് ടെസ്റ്റ് വരാൻ പോവുകയാണ്. ഈ വർഷം തന്നെ നോട്ടിഫിക്കേഷൻ കാണും. റിസർച്ച് ഓഫീസർ വരാൻ പോവുകയാണ്.
അപ്പോൾ ഇതിനൊക്കെ നിങ്ങൾക്ക് പ്രയോജനപ്പെടും, 100% പ്രയോജനപ്പെടും. അതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത്. മാത്സ് ശരത് സാറിനെ കൊണ്ടും, കൊമേഴ്സ് രാഹുൽ സാറിനെ കൊണ്ടും, അരുണി ടീച്ചറെ കൊണ്ടും, എക്കണോമിക്സ് ദീപു സാറിനെ കൊണ്ടും, അനില മിസ്സിനെ കൊണ്ടും, സ്റ്റാറ്റ് ഗോപിക മിസ്സിനെ കൊണ്ടും, പ്രതിത മിസ്സിനെ കൊണ്ടൊക്കെ നിങ്ങൾക്ക് വീഡിയോ ഇട്ട് തരാം. നിങ്ങൾ ആ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഇട്ട് തരാം. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഫലപ്രദമാകും. മാസ്റ്റർ കീ അക്കാഡമി വിശ്വസിക്കുന്നവർക്ക് 100% ഞങ്ങൾ ചെയ്യുന്ന കോഴ്സുകൾ എന്തായാലും ഉപകാരപ്പെടും. എല്ലാവർക്കും എല്ലാ ആശംസകളും. ഒരു കാര്യമുള്ള പറഞ്ഞ് അവസാനിപ്പിക്കുക. എക്സാം കഴിഞ്ഞു. ഇനി നിങ്ങൾ ചിന്തിക്കേണ്ടത് അടുത്ത എക്സാമിനെ പറ്റി മാത്രമായിരിക്കണം. ഇപ്പോൾ കഴിഞ്ഞ എക്സാം പോട്ടെ, അതിന് ലിസ്റ്റ് വരുമ്പോൾ ഫോളോ അപ്പ് ചെയ്താൽ മതി. അല്ലാതെ ഇനി എക്സാം സാറേ അത് എക്സാമിന് എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റിയില്ല, ഇനി എന്ത് ചെയ്യും? അപ്പോൾ അങ്ങനെ ഒന്നും ബേജാറാവേണ്ട ആവശ്യമില്ല. അടുത്ത എക്സാം വരും, അടുത്ത സ്റ്റാറ്റിസ്റ്റിക് ടെസ്റ്റിന് വരും, റിസർച്ച് ഓഫീസർ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ പേടിക്കേണ്ട. കഴിഞ്ഞ എക്സാം പോട്ടെ, അടുത്ത ലിസ്റ്റ് വരുന്നതിനെ വരെ ചിന്തിക്കേ വേണ്ട. നിങ്ങൾ ആത്മാർത്ഥമായി പഠിക്കുക. ഉയർന്ന റാങ്ക് കിട്ടും, ഉറപ്പായിട്ട് സർക്കാർ ജോലി കിട്ടും. താങ്ക്